നമസ്കാരം. ഞാൻ ഡോക്ടർ എം എസ് മനു, ആരോഗ്യവകുപ്പിൽ ശ്വാസകോശ രോഗവിദഗ്ധനായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഉപകരണം ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാം വളരെയധികം ഉപയോഗിക്കുന്നതും നമുക്ക് ക്വാറൻറ്റൈനിലിരിക്കുന്നവർക്കും ഐസൊലേഷനിലിരിക്കുന്നവർക്കും സ്വയം നിരീക്ഷണത്തിന് സഹായകമാകുന്ന ഒരു ഉപകരണമാണ്. പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നമുക്ക് സ്വയം നിരീക്ഷിക്കാൻ വേറൊരു ആന്തരികമായ ഒരു ഇഞ്ചക്ഷൻ്റെയോ രക്തം ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ സൂചിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഒരു കേവലം നോൺ ഇൻവേസീവായിട്ടുള്ള ഒരു ഉപകരണത്തിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നു. അത് വളരെയധികം ഇന്ന് നമ്മളെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നിരീക്ഷണത്തിലിരിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി നമുക്ക് മോണിറ്റർ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഈ ഉപകരണം. ഇത് ഇന്ന് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു ചെറിയ ഉപകരണം തന്നെ നമ്മെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉപയോഗം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ രോഗികളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർ കൂടുതൽ അവർക്ക് ഒരു മാനസികമായി ഒരു തയ്യാറെടുപ്പ് നിരീക്ഷണത്തിലിരിക്കുവാൻ എങ്ങനെ നമുക്കവരെ സാധിക്കും എന്നുള്ളതിനും അവരൊരു കോൺഫിഡൻസ് അവരിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനും നമുക്ക് ഈ ഉപകരണം ഇന്ന് സഹായിച്ചു വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉപകരണത്തിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവാണ്, അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ നാഡിയിടിപ്പ് പൾസ് റേറ്റ് കൂടി നമുക്ക് ഈ മെഷീനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മെഷീനാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണിത്. ഈ കാണുന്നതാണ് നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിസ്പ്ലേ. ഇതിനകത്ത് നമുക്ക് പൾസ് റേറ്റും അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ എല്ലാം എഴുതി കാണിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു ഫിംഗർ ക്ലിപ്പ് പൾസ് ഓക്സിമീറ്റർ അഥവാ ഫിംഗർ ഹെൽഡ് പൾസ് ഓക്സിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫിംഗർ ക്ലിപ്പ് പൾസ് ഓക്സിമീറ്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. കാരണം ഇത് നമ്മൾ വിരലുകളിൽ ആണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. വിരലുകളിൽ നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ വച്ച് നമുക്കതിലൂടെ നമുക്ക് നമ്മുടെ ഓക്സിജൻ്റെ അളവ് നിർണ്ണയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഇത് ബാറ്ററിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. 2 ചെറിയ ബാറ്ററികൾ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ബാറ്ററികൾ എപ്പോഴും അതിൻ്റെ ചാർജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത് ഇറേഴ്സ് ഒന്നും വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററികൾ കൃത്യമായി ചാർജ്ഡ് ആണോ എന്നുള്ളതും നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി ഈ ഡിസ്പ്ലേ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിംഗർ ക്ലിപ്പ് പൾസ് ഓക്സിമീറ്ററാണിത്. ഇതിവിടെ ഇങ്ങനെ നമുക്കൊരു ഹിഞ്ച് ജോയിൻ്റ് ഉണ്ട്. ഈ ജോയിൻ്റ് നമ്മളിവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഈ തുറക്കുന്ന ജോയിൻറ്റിൽ ഇതാണ് ജോയിൻ്റ് വരുന്നത്. ഇവിടെ തുറന്ന ഈ കറുത്ത ഭാഗത്താണ് നമ്മൾ വിരലുകൾ, നമ്മുടെ ഫിംഗർ നമ്മൾ ഇതിനകത്തേക്ക് വയ്ക്കുന്നത്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മുടെ വിരലുകൾ ഇങ്ങനെ വയ്ക്കാം. ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ഫിംഗർ പൾസ് ഓക്സിമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേ നമുക്ക് ഓൺ ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഓൺ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ നമുക്ക് ഓണാകും. നമ്മളതിന് ശേഷം നമ്മുടെ വിരലുകൾ ഇതിനകത്തേക്ക് വച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫിംഗർ ക്ലിപ്പ് പൾസ് ഓക്സിമീറ്റർ നമ്മളിവിടെ ഓൺ ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ ഫിംഗർ ക്ലിപ്പ് പൾസ് ഓക്സിമീറ്റർ ഓൺ ചെയ്തു. നമ്മുടെ ഫിംഗർ, ഇപ്പോൾ എൻ്റെ ഇൻഡെക്സ് ഫിംഗർ വലത് കൈയിലെ ചൂണ്ടുവിരൽ ആണ് നമ്മളിപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച കറുത്ത സർഫസിലേക്ക് 2 പാർട്ടിനിടയിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഓണാണ്. നമുക്ക് വാല്യൂസ് കാണാം. നമുക്ക് SpO2 എന്ന് പറയുന്നത് 98 എന്നും പൾസ് റേറ്റ് എന്ന് പറയുന്നത് 84 എന്നുള്ള രീതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്കൊരു വേവ് ഫോമും കാണുന്നുണ്ട്. അപ്പോൾ ഐഡിയലി നമുക്ക് പ്രധാനമായും നമുക്കറിയേണ്ടത് ഈ 2 വേരിയബിളാണ്. അതായത് ഒന്ന് SpO2 സാച്ചുറേഷനും ഓഫ് ഓക്സിജൻ, 2 പൾസ് റേറ്റുമാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഞാൻ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ എൻ്റെ ചൂണ്ടുവിരൽ ആണ് നമ്മൾ വച്ചിരിക്കുന്നത്. അത് സാച്ചുറേഷൻ നമുക്ക് 98 എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ പൾസ് റേറ്റ് 84, 85 എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഇതൊന്ന് സ്റ്റഡി ആവാൻ, ഇതൊന്ന് വരാൻ ഒരു 10 സെക്കൻഡെങ്കിലും നമ്മൾ എടുക്കും. ആ 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ വിരലുകൾ അനക്കാതെ തന്നെ നമ്മൾ വയ്ക്കണം. സാധാരണഗതിയിൽ നമ്മളൊരു കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളൊരു 1 മിനിറ്റെങ്കിലും നമ്മളിത് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. എങ്കിലും 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു സ്റ്റഡി ആയിട്ടൊരു നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ വിരലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യൂടെക്സ് പോലുള്ള നെയിൽ പോളിഷ് നമ്മുടെ ഇട്ട വിരലുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമ്മൾ ഇതിനകത്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ റിസൾട്ട് അല്ലെങ്കിൽ നമ്മളിതിൽ വേരിയേഷൻ ഉണ്ടാവും. കൃത്യമായി ഇത് പിക്ക് ചെയ്യത്തില്ല. 2, നമുക്ക് അതുപോലെ തന്നെ നഖത്തിന് നമുക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉള്ള ഒരു വിരലാണ് നമ്മൾ വച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ ഒരു തീരെ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ പക്ഷേ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ BP കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, നമ്മുടെ രക്തത്തിൻ്റെ പ്രവാഹം കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലും നമുക്ക് തെറ്റായിട്ടുള്ള റിസൾട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റീഡിങ്ങോ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഫിംഗർ ക്ലിപ്പ് പൾസ് ഓക്സിമീറ്ററാണ്. നമ്മുടെ വിരലുകളിൽ നമുക്ക് നമ്മുടെ ഓക്സിജൻ്റെ അളവ് നമുക്ക് നിർണ്ണയിക്കാൻ, തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന പൾസ് ഓക്സിമീറ്ററുകളാണ്. അതിനകത്ത് നേരത്തെ നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെ SpO2 മെഷർ അറിയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പൾസ് റേറ്റ് അഥവാ നാഡിയിടിപ്പ് അറിയുന്നതിനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു നോർമലായിട്ടുള്ള ഒരാളുടെ ഒരു SpO2 എന്ന് പറയുന്നത് നമ്മൾ 95നും 100നും ഇടയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇടയിലായിരിക്കും നോർമലായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ ഓരോ ആൾക്കാരുടെയും മറ്റ് അസുഖങ്ങളും, ഇപ്പോൾ വേറൊരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാരിലാണെങ്കിൽ പ്രായം ചെന്നവരിലാണെങ്കിലും ഇതിൽ വ്യത്യാസം വന്നിരിക്കാം. അവരുടെ ബേസ് ലൈൻ സാച്ചുറേഷൻ എന്ന് പറയും. അതായത് അവർക്ക് നമ്മുടെ പല അസുഖങ്ങൾ കാരണവും അവരുടെ പ്രായത്തിൻ്റെ ഇത് കാരണവും ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ഉദാഹരണം COPD പോലുള്ള രോഗികൾ, അവരുടെ സാച്ചുറേഷൻ ചിലപ്പോൾ 90, 92 ആയിരിക്കും ബേസ് ലൈൻ. അപ്പോൾ നമ്മുടെ ബേസ് ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പരമപ്രധാനം. എങ്കിൽ മാത്രമേ ആ ബേസ് ലൈനിൽ നിന്ന് നമുക്ക് എത്രമാത്രം താഴോട്ട് നമ്മുടെ സാച്ചുറേഷൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഈ ക്വാറൻറ്റൈനിലിരിക്കുന്ന സമയത്തൊക്കെ അത് കൃത്യമായി നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസ് ലൈൻ സാധാരണ വലിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ പോലുള്ള അസുഖങ്ങളോ ഇല്ലാത്ത ഒരാളിലാണെങ്കിൽ സാധാരണഗതിയിൽ 95നും 100നും ഇടയിലായിരിക്കാം നമ്മുടെ സാച്ചുറേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ നിരീക്ഷണത്തിലിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ക്വാറൻറ്റൈനിലോ നിരീക്ഷണത്തിലോ ഇരിക്കുന്ന സമയത്ത് ദിവസം 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഓക്സിജൻ്റെ അളവ് പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ വിശ്രമിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും കൂടുതൽ നടക്കുകയോ എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഉടനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് കുറച്ച് ഓക്സിജൻ്റെ അളവ് കുറയുകയും ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ പൾസ് റേറ്റിൻ്റെ കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിശ്രമം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ചെയ്യുമ്പോഴാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് നിരീക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ വിശ്രമിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഓക്സിജൻ്റെ അളവ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ വിരലുകൾ ആണ് നമ്മൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായും നമ്മുടെ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ, നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡ്, ചിലപ്പോൾ വലത് കൈയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ വലത് കൈയിലെ ചൂണ്ടുവിരലോ, ഇപ്പോൾ ഇടത് കൈകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ നല്ലത് ഇടത് കൈയിലെ ചൂണ്ടുവിരലാണ്. മറ്റു വിരലുകളും നമ്മൾ വെച്ച് ഉപയോഗിച്ച് നിർണ്ണയിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇത് ഐഡിയൽ, സാധാരണയായിട്ട് റെക്കമെൻഡഡ് ആയിട്ട് പറയുന്നത് ഈ പറയുന്ന നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൈയിലെ
ചൂണ്ടുവിരൽ ആയിരിക്കും നല്ലത്. പക്ഷേ അതിപ്പോൾ ആ വിരലുകൾ ഇപ്പം നഖത്തിൽ നെയിൽ പോളിഷോ അല്ലെങ്കിൽ ആ വിരലുകളുടെ നഖത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓക്സിജൻ്റെ അളവ് നമുക്ക് ഈ പൾസ് ഓക്സിമീറ്ററിലൂടെ നമുക്ക് ലഭ്യമാകില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും വിരലുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കൈകൾ തണുത്തിരിക്കുന്നൊരു സാഹചര്യത്തിലും നമുക്ക് കൃത്യമായ റീഡിംഗ് നമുക്ക് പൾസ് ഓക്സിമീറ്ററിലൂടെ കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു BP കുറഞ്ഞൊരവസ്ഥയിലും അപ്പം രക്തസമ്മർദ്ദം കുറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലും രക്തത്തിൻ്റെ ഫ്ലോ കുറവായിരിക്കുകയും അങ്ങനെ ഒരു സാഹചര്യത്തിലും നമുക്കൊരു പക്ഷേ നമുക്ക് കൃത്യമായ റീഡിംഗ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല, നമുക്ക് ബേസ് ലൈൻ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 95-നും 100-നും ഇടയിലുള്ള ഒരു രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ 96-നും 100-നും ഇടയിൽ ഉള്ളൊരു രോഗിയാണെങ്കിൽ, നമ്മൾ 94-ന് താഴെ നമ്മുടെ സാച്ചുറേഷൻ കുറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതിന് ആരോഗ്യ പ്രവർത്തകൻ്റെ ഒരു നിർദ്ദേശം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പൾസ് ഓക്സിമീറ്റർ വച്ച് ഒരു 10 സെക്കൻഡെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ അത് സ്റ്റഡി ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിരലുകൾ അനക്കാതെ ഒരു 10 സെക്കൻഡെങ്കിലും നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായ നമുക്കൊരു വേവ് ഫോമും അതുപോലെ തന്നെ റീഡിങ്ങും നമുക്ക് അതിൽ ദൃശ്യമാകുന്നത്. അത് സാധാരണഗതിയിൽ 1 മിനിറ്റെങ്കിലും നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 1 മിനിറ്റെങ്കിലും നമുക്ക് സാവകാശം എടുത്തുകൊണ്ട് അതിലെ റീഡിങ് മനസ്സിലാക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ റീഡിങ്ങിൽ വ്യതിയാനം, നമ്മളിപ്പോൾ വിശ്രമിച്ചിരിക്കുമ്പോൾ നമ്മുടെ റീഡിങ്ങിൽ ഇത് കൃത്യമായി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വ്യതിയാനം കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യുക. ആ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാര്യമായിട്ടുള്ള, ഇപ്പോൾ ഒരു രോഗി നിരീക്ഷണത്തിലിരിക്കുന്ന ആളാണെങ്കിൽ ആരോഗ്യ സ്ഥാപനത്തിലേക്കോ CFLTCയിലേക്കോ അദ്ദേഹത്തെ മാറ്റണോ വേണ്ടേ എന്നുള്ളതോ അദ്ദേഹത്തിൻ്റെ മറ്റ് ശാരീരികമായ ആവശ്യകതകളെക്കുറിച്ചെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞ് നമ്മൾ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്നദ്ധ പ്രവർത്തക എന്ന നിലയിലും നമ്മൾ ഈ ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി ഇത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായ പരിശീലനം നേടിക്കൊണ്ട് തന്നെ എത്തുകയും വേണം. ഇനി നമ്മൾ ഓക്സിജൻ്റെ അളവിനെ കുറിച്ചാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നാഡി ഇടുപ്പിൻ്റെ അളവും. അതും നമുക്കൊരു ബേസ് ലൈൻ വാല്യൂ ഉണ്ടാകും. സാധാരണ 60 മുതൽ 100 വരെയാണ് നമുക്ക് നോർമൽ പൾസ് റേറ്റ് എന്ന് പറയുന്നത്. ആ നാഡിയിടുപ്പ് നോർമൽ 60 മുതൽ 100 വരെയാണ്. അതും നമുക്ക് ഈ പൾസ് ഓക്സിമീറ്ററിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അതിലുണ്ടാകുന്ന വ്യതിയാനം, ഇപ്പോൾ 100-ൽ കൂടുതലോ 60-ൽ താഴെയോ പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് നിർണ്ണയിച്ച് അതിൻ്റെ ഒരു എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുരുതരമായ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ വ്യതിയാനം വരുന്നത് എന്നുള്ളത് ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയും ഉണ്ട്. ഇനി നമ്മൾ പ്രധാനമായും പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പൾസ് ഓക്സിമീറ്റർ നമ്മൾ ഒരു സന്നദ്ധ പ്രവർത്തകൻ, നമ്മളിപ്പോൾ ഒരു പൾസ് ഓക്സിമീറ്റർ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മൾ ഒരുപാട് രോഗികളിലേക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൾസ് ഓക്സിമീറ്റർ വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരാളുടെ കേസിലാണെങ്കിൽ, നമ്മൾ വീട്ടിൽ നിരീക്ഷണത്തിൽ പോകുമ്പോൾ ഒരു കോവിഡ് രോഗിയും ഉണ്ടാകാം, ക്വാറൻറ്റൈൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളും ഉണ്ടാകാം. ആ കോണ്ടാക്റ്റുകൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിലിരിക്കുന്നവർ രോഗിയിൽ ഉപയോഗിച്ച പൾസ് ഓക്സിമീറ്റർ ഒരു കാരണവശാലും നമ്മുടെ കോണ്ടാക്റ്റുകളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അത് അങ്ങനെ ഉപയോഗിക്കുമെങ്കിൽ തന്നെ അത് കൃത്യമായ അണുനശീകരണം നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു രോഗിയിലേക്ക് അല്ലെങ്കിൽ അസുഖമില്ലാത്ത ഒരാളിലേക്ക് നമ്മൾ ഉപയോഗിക്കാവൂ. അതുതന്നെയാണ് ഇതേ പ്രിൻസിപ്പിൾ, ഇതേ പ്രക്രിയ തന്നെയാണ് ഒരു സന്നദ്ധ പ്രവർത്തകൻ വീടാന്തരം പോയി മറ്റു ആൾക്കാരുടെ അല്ലെങ്കിൽ നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ ക്ഷേമം അന്വേഷിക്കുമ്പോൾ നമ്മൾ പൾസ് ഓക്സിമീറ്റർ നോക്കുകയാണെങ്കിലും ഒരാളിൽ നിന്ന് ഉപയോഗിച്ചിട്ട് ആളിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ള അണുനശീകരണമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അത് കൃത്യമായി നമ്മൾ
കൃത്യമായി തന്നെ നമ്മളത് ശീലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടോ പ്രാവർത്തികമാക്കിക്കൊണ്ടും മാത്രമേ നമ്മളത് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മളത് മറ്റൊരു രോഗിയിലേക്ക് രോഗം പകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ അണുനശീകരണത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഒരു സന്നദ്ധ പ്രവർത്തകൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്ന, വളരെയധികം നമ്മെ സഹായിക്കുന്ന ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തെയാണ്. ആ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിൻ്റെ നോർമൽ വാല്യൂസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നോർമലിൽ നിന്ന് സാധാരണഗതിയിൽ നിന്നുണ്ടാകും വ്യതിയാനം ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ പൾസ് ഓക്സിമെട്രിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി. നമ്മൾ ഇത്രയും നേരം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ മനസ്സിലാക്കി പൾസ് ഓക്സിമീറ്റർ എങ്ങനെ കാര്യക്ഷമമായി നമുക്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പറയുവാനുള്ളത്. അത് നമ്മുടെ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പൾസ് ഓക്സിമീറ്ററിനെയും പൾസ് ഓക്സിമീറ്ററിനെ കുറിച്ചും മനസ്സിലാക്കണം. അത് മുന്നോട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളെ വളരെയധികം സഹായിക്കും.